മൂഞ്ചി മോനെ, പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന മീന്തല അവളുടെ അടുത്ത് കൂട്ടാൻ വെച്ചു എന്ന് തോന്നണേ. ഞാനൊരു ടടാസ്റ്റ് പ്രയോഗം നടത്താൻ പോവാ. ഏറ്റില്ലെങ്കിൽ നീ ഓടി രക്ഷപ്പെട്ടോ. ചില ഊച്ചാലി ചട്ടമ്പില പോലെ തന്നെയാണ് ചില പട്ടികൾ. കണ്ടത് ഇപ്പം നമ്മളെ കടിച്ചിരുന്നതായിരിക്കും, പക്ഷെ അതേ പേടി തന്നെയായിരിക്കും പട്ടിയുടെ മനസ്സിൽ. ആദ്യം ആരറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് പാർട്ടി ഓടും, അത് ഉറപ്പാ. ഇതെങ്ങനെ പിന്നീട് നമുക്ക് മനസ്സിലാവുക? എടാ, അതിന് പട്ടികളുടെ സൈക്കോളജി അറിയണം. ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. പക്ഷെ ഈ ഐഡിയ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നില്ല കേട്ടോ. മനുഷ്യൻ്റെ സൈക്കോളജി അറിയാവുന്ന ചില വൃത്തിയിട്ട പട്ടികളും ഉണ്ടാവും, അവിടെ പെടും. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ജെട്ടിയിടണം, ഇല്ലെങ്കിൽ ടട്ടടാസ്റ്റാവും മോനെ. പൂച്ചയുടെ നടത്തം, ചേലന്തിയുടെ കാത്തിരിപ്പ്, കൊക്കിൻ്റെ ക്ഷമ, എല്ലാം പ്രകൃതിയിൽ നിന്ന് പഠിക്കണം. ഒഴിക്ക്. സേഫ്റ്റിയാണ് പ്രധാനം. അഥവാ ആരെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ടൊരു വാതിൽ ആദ്യം തുറന്നിടണം, മനസ്സിലായോ? നടക്ക്. നമ്മൾ വിചാരിക്കും പണം അലമാരയിലാണെന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന വെച്ച് വീട്ടുകാരൻ പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കും. വീട്ടുകാരൻ നമ്മളെ പറ്റിച്ച് പണം അടുക്കളയിലെ ഡബ്ബയിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് വെച്ച് നമ്മളപ്പം അവിടെ തപ്പും. അപ്പോഴേക്കും അയാൾ പണം സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. ഒരു കള്ളൻ ഒരേ സമയം ഗോളിയായിട്ടും അതേസമയം പെനാൽറ്റി അടിക്കുന്ന കളിക്കാരനായിട്ടും ഡബിൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം, മനസ്സിലായോ? വിറക് പോരാ, സ്വർണ്ണം കിട്ടങ്ങി ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ഇനി താക്കോലാണെങ്കിൽ പട്ടിക്കൂട് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ ഗ്യാരണ്ടിയാ. കളവ് കഴിഞ്ഞ് പോകുമ്പോൾ പോലീസ് പട്ടീനെ പറ്റിക്കാനായിട്ട് ചെറിയൊരു സൂത്രം കൂടി ബാക്കിയുണ്ട്. സാധാരണ അതിന് ഉമ്മറത്ത് വൃത്തിയേട് കാണിച്ചു വെക്കില്ല പതിവ്, പക്ഷെ അന്തസ്സുള്ള കള്ളന്മാർ അത് ചെയ്യാറില്ല. നമുക്കിത് മതി. മേഡിൻ കുന്നം കുളം. ഇനി ഓടണമെങ്കിൽ അവൻ കുന്നംകുളം വരെ ഓടണം. ലോകം മുഴുവൻ പലതരത്തിലുള്ള കള്ളന്മാരാ, എല്ലായിടത്തും കളവാ. ഒരു ജാതി മണങ്ങിനിട്ട് വാളനെ പിടിക്കുന്ന പരിപാടിയാ. പണിയെടുക്കാണ്ട് കൂലി വാങ്ങണേക്കാളും പാവപ്പെട്ടവൻ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കണേക്കാളും എത്ര പേര് ഈ തൊഴിൽ. വലിയ വലിയ കള്ളന്മാർക്കൊക്കെ ചോപ്പലൈറ്റ് വെച്ച വണ്ടിയും പോലീസിന്റെ എസ്കോട്ടും. നമുക്കോ ഒരു പെൻഷൻ ഉണ്ടാ, ഒരു ഇൻഷുറൻസ് ഉണ്ടാ. അതേ പറയണ ഈ നാടൊന്നും നന്നാവില്ല. നിന്റെ അധ്വാനത്തിലൊരു പങ്ക് എടുത്തോടാ. നാളെ സംക്രാന്തിയുടെ ആരംഭ.
എന്ന് വെച്ചാൽ കള്ളന്മാരുടെ വ്രതകാലം. ഈ സമയത്ത് ഒരു കള്ളനും കക്കാൻ പാടില്ലെന്നാണ് നിയമം. പകരം അതുവരെ സമ്പാദിച്ചു വെച്ച പൈസ കൊണ്ട് അടിച്ചു പൊളിച്ചങ്ങടെ ആഘോഷിക്കുക. ആഘോഷങ്ങൾ കഴിയുമ്പോൾ പഴനി പോയി കാവടി എടുത്ത് വ്രതം അവസാനിപ്പിക്കുക. തിരിച്ചു വന്ന വഴിക്ക് ഒരു മുട്ടൻ ടഡാസ്റ്റ് പണി. ഇന്ന് നമ്മൾ കയറാൻ പോണത് ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ വീട്ടിലാണ്. ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയും നാട്ടിലെ പാവപ്പെട്ടവൻ്റെ കണ്ണീരുകൊണ്ട് ഉണ്ടാക്കിയത്. ഓപ്പറേഷൻ കുബേരൊന്നും അവനങ്ങടെ ഏറ്റിട്ടില്ല. തട്ടിച്ച് കുന്നൂട്ടി വെച്ചേക്കണ പലിശ മുതൽ നോക്കി ഏതെങ്കിലും രാത്രി കള്ളനൊടുത്തും വരുമെന്ന് ഓരോ രാത്രി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല മുൻകരുതലുണ്ടാവും. പക്ഷെ എന്ത് റിസ്ക് ഉണ്ടായാലും നീ നോക്കിക്കോ മനോജെ, ഇന്നത്തെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ആ നാട്ടിലെ BPL ലിസ്റ്റിൽ ആ മല്ലണ്ടാവിൻ്റെ പേരുണ്ടാവും. പന്തല്ലൂക്കാരൻ ബേബിച്ചൻ മകൻ ഫ്രാൻസിസിൻ്റെ. അതൊരു വാശിയാണ്. பரோட்டா கிடைக்கல அண்ணே, சப்பாத்தி தான் இருந்தாங்க, குழம்பு குருமை தான் கிடைச்சது. போதுண்டா, ரொம்ப பசிக்குது. வேண்டாம் வச்சோ. தேங்க்ஸ் அண்ணே. வயசு 19 தான் ஆகுது, நிறைய பணம் கொடுங்க, ஒன்றும் கட்டுப்படி ஆகாது. ஒரு நாள் பூரா கேட்குறீங்க, 2 மணி நேரம். அண்ணே, அந்த சத்தம் வர கேள்வி யாருன்னு தெரியுமா? மாமா பயல் தானே, வேற யாரு? மாமா இல்ல அண்ணே, இந்த பொண்ணோட அப்பா. அவரு மலையாளதான், 20 வருஷமா இங்கதான் இருக்காரு. அந்த காலத்திலே பெரிய பணக்காரன். அவங்க ஊர்ல சொந்தமா ஒரு ஃபைனான்ஸ் கம்பெனி இருந்தாங்க. பாவம், ஒரு நாள் ஒரு திருடம் வந்து எல்லாத்தையும் சுருட்டிட்டு போயிட்டார். அதுக்கப்புறம் என்ன அண்ணே, பேசு கீசு அலைஞ்சு இருந்த வீட்டையும் வித்துட்டு வந்தவர் தான். ஒன்னே ஒன்று கண்ணே கணந்த ஒரே ஒரு பொண்ணு தான். பாவம், இப்போ அவங்க உடம்பு வித்தா வாழ்ந்துட்டு இருக்காங்க. சாப்பிட்ட டைல இந்த வேஸ்ட் பட்டர் போடுங்க சார், நான் வந்து எடுத்துக்கிறேன்.